ഹലോ. അപ്പോൾ നമ്മുടെ സ്വന്തം ചീരത്തോരൻ, നാടൻ ചീരത്തോരൻ, നല്ല ചുമലച്ചീരയുടെ തോരൻ നമുക്കിന്ന് കാണാം. അപ്പോൾ ഈ ചുമലച്ചീരയുടെയൊക്കെ തോരൻ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടമുള്ള ഐറ്റം അല്ലേ? അപ്പോൾ നമുക്ക് കാര്യങ്ങളിലേക്ക് കിടക്കാം. അപ്പോൾ ചീര നന്നായിട്ട് ഞാൻ കഴുകിയെടുത്തിട്ട് എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ കുഞ്ഞായിട്ട് അത് അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ വേണ്ടിയ സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കടലപ്പരിപ്പ് വേണം, പിന്നെ ഒരു സവോള അരിഞ്ഞത്, 2-3 കഷ്ണം വെളുത്തുള്ളി, പിന്നെ വറ്റൽമുളക്. അപ്പോൾ കടുക് പൊട്ടിക്കാൻ ആവശ്യമുള്ള കടുകും കരിയാപ്പിലയൊക്കെ വേണം, അതൊന്നും ഞാൻ ഇതിനകത്ത് കാണിക്കുന്നില്ല. പിന്നെ നല്ല ചുവട് കട്ടിയുള്ള നല്ലൊരു പാത്രം എടുത്ത് വെക്കുക. അതിലേക്ക് ആവശ്യമായ വെളിച്ചെണ്ണ, നാടൻ ഫുഡായതുകൊണ്ട് വെളിച്ചെണ്ണയാണ് നമ്മൾ ഒഴിക്കുന്നത്. കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. എന്നിട്ട് അത് നന്നായിട്ട് ചൂടായി വരുമ്പോഴത്തേക്കിനും നമുക്ക് എന്തിടണം, കടുകും ഈ പരിപ്പില്ലേ, ഈ കടലപ്പരിപ്പ്, അതും കൂടെ ഇട്ട് നമുക്ക് പൊട്ടിക്കാം. അപ്പം ഞാനിതിനെ ശരവണ സ്പെഷ്യൽ ചീരത്തോരൻ എന്ന് പറയാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇതേ ടേസ്റ്റിലാണ് ഞാൻ ഇവിടുത്തെ ശരവണയെന്ന് നമ്മൾ വെജിറ്റേറിയൻ ഒക്കെ ഉണ്ണുമ്പോഴത്തേക്കിനും കിട്ടുന്ന ചീരയുടെ തോരന് ഇതേ ടേസ്റ്റാണ്, ഒരു വ്യത്യാസവും ഇല്ല. അപ്പോൾ അവർക്കിങ്ങനെ ഈ കടലപ്പരിപ്പൊക്കെ ഇട്ട് പൊട്ടിച്ചിട്ടാണ് അവർ വെക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ശരവണ സ്പെഷ്യൽ ചീരത്തോരൻ എന്നുള്ളത് ഇതിന് ഞാൻ പേര് കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോഴേ ഇത് കടുക് പൊട്ടി ഈ കടലപ്പരിപ്പ് നന്നായിട്ടൊന്ന് മൂക്കണം, ആ പച്ചമാറി നന്നായിട്ടൊന്ന് മൂത്ത് വരണം. പിന്നെ കടലപ്പരിപ്പൊന്നും ഇടാതെ നമുക്ക് വെക്കാം ചീരത്തോരൻ, അതിന് കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇത് ഒരു സ്പെഷ്യലല്ലേ, ഇടയ്ക്കൊന്ന് ആ ചീരയുടെ ഇടയ്ക്കൊന്ന് കടലപ്പരിപ്പൊന്ന് കടിക്കാൻ കിട്ടുക എന്ന് പറയുമ്പോൾ നല്ലൊരു ക്രഞ്ചിയായിട്ട് നല്ലൊരു ടേസ്റ്റാണതിന്. പിന്നെ അപ്പോൾ അത് ഈ ഒരു ബ്രൗൺ കളറിൽ അത് മൂത്ത് വന്നു. ആ സമയത്ത് ഞാൻ എന്തിട്ട് കൊടുത്തു, വറ്റൽമുളകാണ് ഞാൻ ഇട്ട് കൊടുത്തത്. നിങ്ങൾക്ക് പച്ചമുളകോ കാന്താരിയോ ഏത് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം. ഇനി അതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കിന് അതിനകത്തേക്ക് സവോള അരിഞ്ഞതും 2-3 അല്ലി വെളുത്തുള്ളിയും കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തു. വെളുത്തുള്ളി ചിലർ ഇടാറില്ല ചീരത്തോരനൊന്നും, പക്ഷേ എനിക്കിഷ്ടമാണ് വെളുത്തുള്ളി ഇടുന്ന ചീരത്തോരൻ, എനിക്കിഷ്ടമായതുകൊണ്ടാണ് ഞാൻ വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണ്ടെങ്കിൽ നിങ്ങൾ ചേർക്കേണ്ട വെളുത്തുള്ളി. അപ്പോൾ അത്രയും സാധനങ്ങളിട്ട് ഒന്ന് വഴന്ന് വന്നോട്ടെ. പിന്നെ ചീര മാക്സിമം കുഞ്ഞായിട്ട് എല്ലാവരും അരിയാനായിട്ട് ശ്രമിക്കുക. പിന്നെ മാർക്കറ്റിൽ നിന്നൊക്കെ കിട്ടിയ ചീര ആയതുകൊണ്ട് ഞാൻ ഇവിടെ വെള്ളത്തിൽ നന്നായിട്ട് കുതിർത്ത് വെച്ച് കുറച്ച് നേരം വെച്ചിട്ട് പിന്നെയും വെള്ളം എടുക്കുമ്പോൾ നമുക്ക് കാണാൻ നിറച്ച് മണ്ണായിരിക്കും. അതങ്ങനെ 2-3 പ്രാവശ്യം ഇങ്ങനെ വെച്ച് കുതിർത്ത് വെച്ചിട്ട് ഒലച്ച് കഴുകിയെടുത്തിരിക്കും. അങ്ങനെ അല്ലാതെ നമ്മൾ ചുമ്മാതെ കഴുകിയെടുത്ത് കഴിഞ്ഞാൽ ആ മണ്ണ് പോകത്തില്ല. പറമ്പിൽ നിന്നൊക്കെ എടുക്കുന്നതിനാണെങ്കിൽ നോ പ്രോബ്ലം, അധികം നമ്മുടെ പറമ്പിൽ നിന്ന് എടുക്കുന്നതല്ല, അതിനങ്ങനെ ഒത്തിരി മണ്ണും ചെളി അഴുക്കൊന്നും വരത്തില്ല. ഈ സമയത്തേക്ക് ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തു. ഇനി അതൊന്ന് ജസ്റ്റ് ഇത്ര വാടിയാൽ മതി കേട്ടോ, ഉള്ളി ഒത്തിരി ഒന്നും വാഴണ്ട. അരിഞ്ഞു വെച്ചിരിക്കുന്ന ചീരയുടെ ഇലയും കൂടെ ഞാൻ ഇട്ടു. ചീരയും തണ്ടും കൂടെ ഞാൻ ഒരുമിച്ച് അരിഞ്ഞിരിക്കുന്നത് കേട്ടോ, ചീരയുടെ ഇല മാത്രമല്ല എടുത്തിരിക്കുന്നത്, തണ്ടും കൂടെ ഞാൻ എടുത്തിട്ടുണ്ട്. എന്നാലേ അത് കറക്റ്റായിട്ട് വരത്തുള്ളൂ. ആവശ്യത്തിന് കുറച്ച് ഉപ്പേ ഇടാവുള്ളൂ, എന്ന് വെച്ചാൽ ഇതങ്ങ് താന്ന് പോകുമല്ലോ വെന്ത് വരുമ്പം. അപ്പം ആദ്യമൊക്കെ ഞാൻ ചീരത്തോരൻ ആദ്യത്തെ പ്രാവശ്യമൊക്കെ വെച്ചപ്പോൾ ഉപ്പ് കൂടിപ്പോയി, എന്നുവെച്ചാൽ അറിയത്തില്ലായിരുന്നു, ചീര താന്ന് പോകുമെന്നുള്ളത് അറിയത്തില്ലായിരുന്നു. ക്വാണ്ടിറ്റി കുറയുമല്ലോ, ഇടുമ്പോൾ അങ്ങ് ഫ്ലഫി ആയിട്ട് വരുമെങ്കിൽ ആ കണക്കിന് നമ്മൾ ഉപ്പിടും. പിന്നെ വെന്ത് കഴിയുമ്പോൾ അത് ശകലമല്ലേ വരത്തുള്ളൂ. അപ്പോൾ ആദ്യമേ കുറച്ച് ഉപ്പിടുക, എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ എല്ലാം ഇപ്പം തന്നെ നല്ലൊരു കളർഫുള്ളായി അല്ലേ, റെഡ് ഗ്രീൻ, ആ ഇടയ്ക്കൊക്കെ യെല്ലോ കളറിലെ കടലപ്പരിപ്പും ഒക്കെ ആയിട്ട് നല്ലൊരു കളർഫുള്ളായിട്ടുണ്ട്. ഇനിയും എന്തെങ്കിലും ഞാനിത് തുറന്നിട്ടിട്ടാണ് വേവിക്കുന്നത്. 2-3 ആവി വരും. എന്തിനാണ് വെച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ നടുക്കൊരു ഇതിട്ട് കൊടുത്തിരിക്കുന്നതെന്ന് വെച്ചാൽ വല്ല വെള്ളം ഉണ്ടെങ്കിൽ നടുക്കോട്ട് വന്ന് അങ്ങ് പൊക്കോളും. ഒട്ടും വെള്ളമയം ഉണ്ടാവാൻ പാടില്ല ഇതിന്. പിന്നെ ഞാൻ ഇച്ചിരി തേങ്ങാപ്പീര മിക്സിയിലിട്ടൊന്ന് കറക്കി ഒതുക്കിയെടുത്തിട്ടുണ്ട്. അത് ജീരകമൊന്നുമില്ല കേട്ടോ, വെറും തേങ്ങ മാത്രം കറക്കിയെടുത്തിരിക്കുന്നതാണ്. ആ തേങ്ങാപ്പീരയും കൂടെ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തു. പിന്നെ വെള്ളമയത്തോടു കൂടി ചീര അരിഞ്ഞ് ഇടരുത്, അപ്പം അതങ്ങ് വെന്ത് അങ്ങ് ലൂസ് കറി പോലെ ആയിപ്പോവും. അതുകൊണ്ട് വെള്ളമയം എല്ലാം പോയി കഴിഞ്ഞിട്ട് ചീര അരിഞ്ഞിട്ട് നമ്മൾ ഇടാവുള്ളൂ. ആവശ്യത്തിന് ഇപ്പം മിക്സിയിലിട്ട് കറക്കിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, വെറുതെ തേങ്ങാപ്പീര ഇട്ടാലും മതി. കുറച്ച് മഞ്ഞളിൻ്റെ പൊടിയും കൂടെ ഞാൻ ഇട്ട് കൊടുത്തു. ഇച്ചിരി മഞ്ഞളിട്ടൊക്കെ ഇലക്കറികളല്ലേ, അപ്പോൾ ഇച്ചിരി മഞ്ഞളിടുന്നത് നല്ലതാണ്. എന്നിട്ട് നമുക്കതെല്ലാം കൂടെ ഒരുമിച്ച് ഇളക്കി യോജിപ്പിക്കും. പെട്ടെന്ന് വെക്കാം, ചീരത്തോരനൊക്കെ പെട്ടെന്ന് വെക്കാം. കഴുകുന്ന ഒരു പാടേ ഉള്ളൂ ചീര, അത് കഴിഞ്ഞ് പിന്നെ 1-2-3 മിനിറ്റ്സിനുള്ളിൽ ചീരത്തോരൻ റെഡിയാവും അല്ലേ. അത് തന്നെ ആയാലും മതി നമുക്ക് ചോറുണ്ണാൻ, അത്രയ്ക്ക് ടേസ്റ്റ് അല്ലേ ചീരത്തോരൻ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു തോരനാണ് ചീര.
അപ്പോഴും ഞാൻ ഇതുവരെ ഞാനിത് അടച്ചു വെച്ചിട്ടില്ല കേട്ടോ. എന്ന് വെച്ചാൽ ഓരോ പ്രാവശ്യം ആവി കയറുമ്പോഴോ തന്നെ നന്നായിട്ട് താഴ്ന്ന് വെന്ത് വരുന്നുണ്ട്. ഏറ്റവും അവസാനം മാത്രം ഒന്ന് അടച്ച് വെച്ച് ചെറുതീയിലിട്ടിട്ട് നന്നായിട്ട് ഇങ്ങനെ എടുത്തേച്ചാൽ മതി. അടിപൊളിയായിട്ടുണ്ട് സംഭവം. ഇപ്പോൾ കൊച്ചുള്ളി വേണ്ടിയവർക്ക് കുറച്ചേറെ ഒരു കപ്പോളം കൊച്ചുള്ളി അരിഞ്ഞിട്ടാലും മതി. സവോള മാറ്റിയിട്ട് കൊച്ചുള്ളി ചേർക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ സംഭവം റെഡിയായി വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഹെൽത്തി റെസിപ്പി ആയ ചീരത്തോരൻ റെഡി. ശരവണ സ്പെഷ്യൽ ചീരത്തോരൻ റെഡി ആയിട്ടുണ്ട്. സിമ്പിൾ ആൻഡ് ഈസി അല്ലേ? ഇപ്പോൾ ഈ സമയത്തൊക്കെ ലോക്ക്ഡൗൺ സമയത്തൊക്കെ വീട്ടിലൊക്കെ ഇഷ്ടംപോലെ ചീര കാണും. ഇപ്പോൾ ഈ മഴയൊക്കെ പെയ്തുകൊണ്ട് ചീരയുടെ വിത്തൊക്കെ കുറച്ചും കൂടിയൊക്കെ കിളുത്ത് അവിടെയൊക്കെ ഒഴുകി നടന്ന് കിളുത്തിട്ടുണ്ടാവും. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ ഞാൻ ഇനിയും പുതിയതായിട്ട് ഇങ്ങനത്തെ ഡിഷുകളുമൊക്കെ ആയിട്ട് ഇനിയും വരാം ഉണ്ടല്ലോ. അപ്പോഴേ ഞാൻ ഓർത്ത് നന്നായി ഇതൊന്ന് പ്ലേറ്റും കൂടെ ചെയ്തിട്ടൊന്ന് കാണിച്ചേക്കാമെന്ന് വിചാരിച്ചു. ഉണ്ടല്ലോ, നമ്മുടെ ഫൈനൽ പ്രോഡക്റ്റ് ഇരിക്കുന്നത് എങ്ങനെയാണെന്ന് ഒന്നൊന്നേൽ തൊടാണ്ട് നല്ലതായിട്ട് വിട്ട് കിടപ്പുണ്ട് ചീരയുടെ തോരൻ. ആ കടലപ്പരിപ്പ് ഇടയ്ക്കൊന്ന് കടിക്കുന്ന ഭയങ്കര സുഖമാണ് കേട്ടോ. കണ്ടില്ലേ, നല്ല പെർഫെക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ചാനൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ, ടേക്ക് കെയർ.